ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് സ്വകാര്യ ചിറകുകൾ മുളയ്ക്കുകയാണ്. ആഗോളതലത്തിൽ ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ തങ്ങളുടെ പുത്തൻ കണ്ടുപിടുത്തങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് മാസ്മരികത സൃഷ്ടിക്കുമ്പോൾ ഇന്ത്യയുടെ ആകാശവും അത്തരം പുതുയുഗ മുന്നേറ്റങ്ങൾക്ക് വേദിയാവുകയാണ്. അമേരിക്കയിൽ സ്പേസ് എക്സ്, യൂറോപ്പിൽ ഏരിയൻ സ്പേസ്, ചൈനയിൽ CIS സ്പേസ് തുടങ്ങി ലോകത്തിന്റെ പല ദിക്കുകളിലും സ്വകാര്യ മേഖല ഊർജ്ജസ്വലമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ ഇന്ത്യയും ഒട്ടും പിന്നിലല്ല എന്ന് തെളിയിക്കുകയാണ് നമ്മുടെ സ്വകാര്യ ബഹിരാകാശ സ്ഥാപനങ്ങൾ. അത്തരമൊരു മുന്നേറ്റത്തിന്റെ കഥയാണ് ഹൈദരാബാദ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സ്കൈറൂട്ട് എയ്റോസ്പേസിന് പറയാനുള്ളത്. വിക്രം 1 എന്ന പേരുള്ള ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ ഭ്രമണപഥ പേടകം ബഹിരാകാശം ലക്ഷ്യമാക്കി നീങ്ങാനുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ. സ്കൈറൂട്ട് എയ്റോസ്പേസിന്റെ ഇൻഫിനിറ്റി ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്ത് വിക്രം 1 റോക്കറ്റ് രാജ്യത്തിന് സമർപ്പിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ ബഹിരാകാശ മേഖല സർക്കാർ പരിധിയിൽ നിന്നൊക്കെ വിട്ടുമാറി സ്വന്തം നിലയ്ക്ക് വളർന്ന് പന്തലിക്കുന്നതിന്റെ തെളിവ് കൂടിയായിരിക്കുന്നു പ്രധാനമന്ത്രി പങ്കെടുത്ത ആ പരിപാടി. വിക്രം 1 റോക്കറ്റ് സാങ്കേതികമായി വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന ഒന്നാണെന്ന് അതിന്റെ വിവരണത്തിൽ നിന്ന് മനസ്സിലാകും. 20 മീറ്റർ ഉയരം, 1200 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ്, പൂർണ്ണമായും കാർബൺ കോമ്പോസൈറ്റ് നിർമ്മാണം, 24 മണിക്കൂറിനുള്ളിൽ ചെയ്യാവുന്ന അസംബ്ലി എന്നിവ വെറും കണക്കുകൾ മാത്രമല്ല, ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ വളർച്ചയുടെ സാക്ഷ്യപത്രം കൂടിയാണ്. 3D പ്രിന്റ് ചെയ്ത എഞ്ചിനുകളാണ് വിക്രം 1 റോക്കറ്റിന്റെ മറ്റൊരു ശ്രദ്ധേയമായ ഘടകം. 80% സമയലാഭവും 50% ഭാരക്കുറവും ഉറപ്പാക്കുന്ന ഈ സാങ്കേതിക വിദ്യ ഇന്ത്യൻ ബഹിരാകാശ വ്യവസ്ഥയുടെ പുത്തൻ ധൈര്യത്തിന്റെ തെളിവാവുകയാണ്. ബഹിരാകാശ ഗവേഷണത്തിൽ മുൻപന്തിയിലുള്ള ISRO രാജ്യത്തിന്റെ അഭിമാനമായി തുടരുമ്പോഴും സ്വകാര്യ മേഖലയെ ഉൾപ്പെടുത്തുന്ന 2020 ബഹിരാകാശ പരിഷ്കാരങ്ങൾ നിർണായകമായി മാറിയിരിക്കുന്നു എന്ന് സമ്മതിക്കേണ്ടതുണ്ട്. ആ പരിഷ്കാരങ്ങളുടെ ഏറ്റവും വലിയ ഫലമാണ് വിക്രം 1. 2030 ഇന്ത്യയുടെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ $77 ബില്യൺ ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ വമ്പിച്ച പങ്ക് വഹിക്കാൻ ഒരുങ്ങുന്നത് ചെറു ഉപഗ്രഹ വിക്ഷേപണങ്ങളാണ്. എർത്ത് ഒബ്സർവേഷൻ, IoT, 5G ബാക്ക് ഹോൾ, കാലാവസ്ഥ നിരീക്ഷണം തുടങ്ങിയ കാര്യങ്ങൾക്കായി ചെറു ഉപഗ്രഹങ്ങളെ ആശ്രയിക്കുന്ന ഒരു പുതിയ സാങ്കേതിക ലോകം രൂപപ്പെട്ടു വരുന്ന സാഹചര്യത്തിൽ ഇത് വാസ്തവമാണെന്ന് കാലം തെളിയിക്കും. പുതിയ കാലത്തിന്റെ ബഹിരാകാശ മേഖലയിൽ അതിവേഗത്തിൽ കുറഞ്ഞ ചെലവിൽ ആവശ്യാനുസൃതം വിക്ഷേപണങ്ങൾ നടത്താൻ കഴിയുന്ന സ്വകാര്യ കമ്പനികൾ ഇന്ത്യക്ക് കരുത്തേകും. വിക്രം 1 അതിന് യോജിച്ച രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. വിക്രം 1 ഒരു റോക്കറ്റ് മാത്രമല്ല, അത് ലോകത്തിന് മുന്നിൽ ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സന്ദേശം കൂടിയാവുകയാണ്. ഇന്ത്യക്കും ഇതൊക്കെ സാധിക്കുമെന്നും സർക്കാർ സ്വകാര്യ പങ്കാളിത്തം ബഹിരാകാശ മേഖലയിൽ രാജ്യത്തിന്റെ വെന്നിക്കൊടി പാറിക്കും എന്ന വിളംബരം കൂടിയാണിത്. സ്കൈറൂട്ട് നിർമ്മിച്ച റോക്കറ്റിന്റെ ആദ്യ ബഹിരാകാശ ഭ്രമണം 2026 നടത്താനാണ് പദ്ധതിയിടുന്നത്. അത് സംഭവിക്കുമ്പോൾ ഇന്ത്യയുടെ ബഹിരാകാശ മേഖല സ്വകാര്യ പങ്കാളിത്തത്തിന്റെ കാര്യത്തിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന തലത്തിലേക്ക് കുതിക്കുമെന്നുറപ്പാണ്.